എല്ലാവിധ ചർമ്മരോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ. ലേസർ ഹെയർ റിമൂവൽ, ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ ടാറ്റു റിമൂവൽ, കാർബൺ പീൽ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി, കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം. ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ. അസീസിയ ഹെൽത്ത് പ്ലസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക് സെന്റർ, പൊറ്റത്തപ്പടി, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടോദ്ഘാടനം 9-ന്. ഏഴൂരിലും പരിസര പ്രദേശങ്ങളിലും അറിവിന്റെ വെളിച്ചം പ്രസരിപ്പിച്ച് അരനൂറ്റാണ്ടിലധികമായി തിരൂർ പട്ടണത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലായി മാറുകയാണ് പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടം. ഹയർ സെക്കൻഡറി അനുപാതത്തിലുള്ള 10 ക്ലാസ് മുറികളും സ്റ്റാഫ് റൂം, പ്രിൻസിപ്പാളിന്റെ ക്യാബിനും ഓഫീസും അടക്കം 3 നിലകളിലായി 12 മുറികളിലായാണ് ഹയർ സെക്കൻഡറിയുടെ ചിരകാല അഭിലാഷമായ പുതിയ കെട്ടിടം സജ്ജീകരിച്ചിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിനു വേണ്ടി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി 3,90,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഫെബ്രുവരി 9 തിങ്കളാഴ്ച 3 മണിക്ക് നിർവഹിക്കും. നമ്മൾ ഏഴൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രദേശത്ത് പഴയകാലം തൊട്ട് തന്നെ MDPS UP വരെ സ്കൂളുണ്ട്. ഞാനൊക്കെ ആ സ്കൂളിൽ പഠിച്ച ആളാണ്. അതിനുശേഷം ഇവിടുന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയങ്ങാടി ബോയ്സ് ഗേൾസ് ഹൈസ്കൂളിലേക്കാണ് പോയിരുന്നത്. അങ്ങനെയാണ് നമ്മളുടെ തിരൂര് ഈ പ്രദേശത്ത് MDPSനോട് ചേർന്ന് ഉള്ള ഈ പ്രദേശത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഹൈസ്കൂള് വരുന്നത്. തുടക്കത്തിൽ ചെറിയ ഓലഷെഡും അതിനുശേഷം വിവിധ ഫണ്ടുകൾ വിദ്യാഭ്യാസ ഇവിടെ ഭരിച്ചിരുന്ന MLA MP-കളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം വിവിധ ഘട്ടങ്ങളായി നടത്തിയതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. ഇപ്പോൾ കേന്ദ്ര കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 3,90,00,000 രൂപയുടെ ഒരു വലിയ കെട്ടിടമാണ് ഇവിടെ പണിത് ഉയർന്ന് നിൽക്കുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഫെബ്രുവരി 9 ആ ഉദ്ഘാടനം എനിക്ക് ഏറെ പ്രിയം നിറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ സ്പീക്കർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ടൊരു പരിപാടിക്ക് വരികയാണ്. പ്രിയപ്പെട്ട എൻ ഷംസീർ സ്പീക്കറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മളുടെ ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതയിലേക്ക് എത്തി നിൽക്കേണ്ട ഒരു അത്യാവശ്യമായ സംവിധാനം തീർച്ചയായും നമുക്ക് വരേണ്ടതുണ്ട്. സമൂഹത്തിലെ ഐക്യത്തിനും സാഹോദര്യത്തിനും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംവിധാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സംവിധാനമാണ്. നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസം നൽകുക, അവരെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന് ലോകത്തെവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളുടെ ഏഴൂർ ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഈ കെട്ടിട ഉദ്ഘാടനം 9 തീയതി തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഉച്ചക്ക് 3 മണിക്ക് ഈ പരിപാടിയിൽ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് തിരൂർ മുനിസിപ്പാലിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള എല്ലാ ആളുകളും ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് MP-മാരുടെ എല്ലാം സഹായത്തോടെയും അതേപോലെ സർക്കാർ സഹായത്തോടെയൊക്കെ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അപര്യാപ്തം തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത്. കാരണം 20-ലേറെ വർഷമായി ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകൾ തുടങ്ങിയിട്ട് ഇപ്പോഴും ഹൈസ്കൂൾ വലിപ്പത്തിലുള്ള ഓരോ ക്ലാസ് റൂമുകളിലാണ് 65 പേരടങ്ങുന്ന ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അവരുടെ ഭാഗത്തിലുള്ള ഒരൊറ്റ ക്ലാസ് റൂമും ഇവിടെ ഇല്ലായിരുന്നു. അതേപോലെ ഹൈസ്കൂളിലും ഇപ്പോൾ ഡിവിഷനുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ലാബുകൾ, ലൈബ്രറികൾ എല്ലാം ക്ലാസ് റൂമുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പരിമിതികളുണ്ട്.
അപ്പോൾ ഈ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും നാട്ടുകാരും ഒക്കെ. കാരണം കുറച്ചെങ്കിലും അവരുടെ ആ അപര്യാപ്തത കുട്ടികൾക്കൊന്നിരിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാവും. എന്നാലും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് നല്ലൊരു ലൈബ്രറി ഇല്ല, നല്ലൊരു ലാബില്ല, ഹൈസ്കൂളിനായാലും ഹയർ സെക്കൻഡറിക്കായാലും. അങ്ങനെ ധാരാളം പുരോഗതികൾ ഇനിയും വരേണ്ടതുണ്ട്. അതിനും എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്കതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രിയങ്കരായവരെ, നമ്മൾ വളരെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഏഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു ഹയർ സെക്കൻഡറി കെട്ടിടം നമ്മുടെ എല്ലാവരുടെയും കാലങ്ങളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഈ വരുന്ന 9-ന് വൈകിട്ട് 3 മണിക്ക് കേരളത്തിൻ്റെ സമാരാധനായിട്ടുള്ള സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി പുത്തൂരുകാരുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ്. നമുക്കറിയാം, ഈ കെട്ടിടം തിരൂരിൻ്റെ മുൻ MLA സി മമ്മൂട്ടി സാഹിബിൻ്റെ ശ്രമഫലമായി കിഫ്ബിയിൽ നിന്ന് 3 കോടി 90 ലക്ഷം രൂപയിൽ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടാണ് നമ്മൾ ഈ കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ HM പറഞ്ഞ പോലെ തന്നെ +2-ന് ഒരു ക്ലാസ് റൂമിനൊരു റേഞ്ച് ഉണ്ട്. അത്തരത്തിലുള്ള വിശാലതയൊന്നും നമ്മുടെ ഇപ്പോൾ നിലവിൽ 10-20 വർഷമായി നടക്കുന്ന +2 ബിൽഡിങ്ങിനില്ല. എന്നാൽ ഹയർ സെക്കൻഡറി നോംസ് അടിസ്ഥാനത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടാണ് 12 ക്ലാസ് മുറികളുള്ള ബിൽഡിംഗ് നമ്മളിവിടെ തിങ്കളാഴ്ച നാടിനും നമ്മുടെ നാട്ടുകാർക്കും അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും തുറന്നു കൊടുക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി നമ്മുടെ സ്പീക്കറെ നമ്മൾ ഏഴൂർ ITC ജംഗ്ഷനിൽ അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഘോഷയാത്രയോടുകൂടി നമ്മൾ ആനയിച്ചു കൊണ്ടുവരും. NSSൻ്റെ സ്കൗട്ട്, അതുപോലെ തന്നെ വാദ്യ ഉപകരണങ്ങളുണ്ടാകും. പിന്നെ JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS, SPC എന്നീ വിദ്യാർത്ഥികൾ അവരെ ക്ലബ്ബുകൾ, വിവിധ ക്ലബ്ബുകൾ, സ്കൂളിലുള്ള വിവിധ ക്ലബ്ബുകളൊക്കെ അവരുടെ ആ യൂണിഫോമോടുകൂടി അണിനിരക്കും. തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, തിരൂർ നഗരസഭാ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി എന്നിവർ സംബന്ധിക്കും. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തും. പദ്ധതിയുടെ സ്കൂൾ തല റിപ്പോർട്ട് പ്രിൻസിപ്പൽ TK കുഞ്ഞാൻകുട്ടി അവതരിപ്പിക്കും. ദീർഘകാലത്തെ സർക്കാർ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പാലിനും ഹെഡ്മിസ്ട്രസിനുമുള്ള ഉപഹാരങ്ങൾ സ്പീക്കർ എൻ ഷംസീർ സമർപ്പിക്കും. പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തിരൂർ നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായി യാസർ പൊട്ടച്ചോല, T. അബൂബക്കർ, അൻവർ പാറയിൽ, സൈഫുന്നീസായൻ, വഹീദ ബഷീർ എന്നിവർ സംസാരിക്കും. ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് തിരൂർ നഗരസഭാ കൌൺസിലർമാർ ആയിട്ടുള്ള KK റിയാസ്, അഡ്വക്കേറ്റ് ഗഫൂർ P. ലിലീസ്, യാസർ പയ്യോളി, IP. സീനത്ത്, TK ഹഫ്സത്ത്, വസന്ത പുളിക്കൽ, ഫാസിൽ പൊട്ടച്ചോല, ഫസീല അയ്യൂബ്, ഫർഹാന K, IP. ഷാജിറ എന്നിവർ സംസാരിക്കും. PTA പ്രസിഡന്റ് മനാഫ് പൂന്തല, മലപ്പുറം RDD ബിയാട്രിസ് മരിയ, മലപ്പുറം DD റഫീഖ് PV, തിരൂർ DEO K. ശ്രീജ, തിരൂർ BPC സുശീൽ കുമാർ E, SMC ചെയർമാൻ ദിനേശ് ബാബു K, MPTA പ്രസിഡന്റ് റസിയ ഷാഫി MP എന്നിവർ സംസാരിക്കും. PV സമദ്, രമ ഷാജി, സെയ്തു കൈനിക്കര, രഹന MC, KK അബ്ദുസലാം, ഡോക്ടർ PA രാധാകൃഷ്ണൻ, അനിൽ തൊട്ടിയാട്ടിൽ, കരീം മേച്ചേരി, KP ഫസലുദ്ദീൻ, മിർഷാദ് പാറയിൽ, K. മുഹമ്മദ് ഹസൻ, ഷാഹുൽ ഹമീദ് P, റുബീന PV, AK. സൈദാലിക്കുട്ടി, MK അനിൽകുമാർ, C. വിമൽകുമാർ, റഹീം മേച്ചേരി മാസ്റ്റർ, P. കോയ മാസ്റ്റർ, ഷബീർ മുണ്ടേക്കാട്ട്, അബൂബക്കർ സിദ്ദിഖ്, PP. അബ്ദുൽ ജലീൽ, രജനി M, കുമാരി ആയിഷ ധാന, ഹേമജ കാവുങ്ങൽ എന്നിവർ സംബന്ധിക്കും. ഇത് സംബന്ധിച്ച് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, സിന്ധു മംഗലശ്ശേരി, PTA പ്രസിഡന്റ് മനാഫ് പൂന്തല, കരീം മേച്ചേരി, KP ഫസലുദ്ദീൻ, ഹേമജ കാവുങ്ങൽ, K. മുഹമ്മദ് ഹസൻ, ഷബീർ M. മുണ്ടേക്കാട്ട്, അബ്ദുൽ ജലീൽ IV, സക്കീർ ഹുസൈൻ C, ശ്രീകാന്ത് VV, ഷഫീഖ് PK എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.